നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ദേശീയ തലത്തിൽ പ്രത്യേകിച്ചും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തമ്മിൽ തല്ല് രൂക്ഷമായതുകൊണ്ട് നഷ്ടപ്പെട്ട പല സംസ്ഥാനങ്ങളുണ്ട്. അതിൽ ഹരിയാനയും രാജസ്ഥാനുമൊക്കെ അവർക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഹരിയാനയിൽ ഭൂവിന്ദർ സിംഗ് ഹൂഡയും കുമാരി ഷെൽജിയും തമ്മിലുള്ള പടലപ്പിളക്കം അധികാരം നഷ്ടപ്പെടുന്നതിനും നയാബ് സിംഗ് സൈനിയുടെ BJP സർക്കാർ വീണ്ടും അധികാരത്തിലേക്ക് ചെറിയ ഭൂരിപക്ഷത്തിലാണെങ്കിലും വരാനുള്ള കാരണവുമായി. അതുപോലെ തന്നെയാണ് രാജസ്ഥാനിലും. ചെറിയ വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് അവിടെ ഭജൻലാൽ ശർമ്മ മുഖ്യമന്ത്രിയായത്. സച്ചിൻ പൈലറ്റിനെ പിണക്കി ദേശീയ നേതൃത്വം അശോക് ഗെഹ്ലോട്ടിന്റെ കൂടെ നിന്ന് സ്വാർത്ഥ താല്പര്യങ്ങൾ മാനിച്ചതിൻ്റെ പേരിൽ ഇപ്പോഴിതാ 102 സീറ്റുമായി കേരളത്തിൽ UDF അധികാരത്തിലെത്തുമ്പോൾ കോൺഗ്രസിന്റെ MLA-മാരെല്ലാം KC-ക്കൊപ്പമാണ് എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ ഇവിടെ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വിചാരിച്ചാൽ അത് അമ്പേ പാളിപ്പോകുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവായ VM സുധീരൻ ഹൈക്കമാൻഡിനോട് വെളിപ്പെടുത്തിയ ഒറ്റ കാരണത്തിന്റെ പേരിൽ കൃത്യമായി VD സതീശന് നറുക്ക് വീണിരിക്കുന്നു. അതെ, കേരളത്തിലെ 13ാമത്തെ മുഖ്യമന്ത്രിയായി VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. കൃത്യമായി പറഞ്ഞാൽ 2026 മെയ് 18 സെൻട്രൽ സ്റ്റേഡിയത്തിൽ VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും. ജോസഫ് വിജയ് അടക്കം, തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് അടക്കം പ്രമുഖരായ പല നേതാക്കളും ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. നോക്കൂ, 102 സീറ്റ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനത കൊടുത്തിരിക്കുന്ന വലിയ രീതിയിലുള്ള ഒരു സമ്മതപത്രമാണ്. അതിൽ തന്നെ 63-ൽ കോൺഗ്രസ് വിജയിച്ച് 63 സീറ്റുകളെന്ന് പറഞ്ഞാൽ 2000-ന് ശേഷം ഇത്രയും വലിയ സീറ്റ് ഈ സമയത്താണ് കിട്ടിയിരിക്കുന്നത്. 2011-ൽ ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ CPIM-നായിരുന്നു ഏറ്റവും വലിയ ഒറ്റക്കക്ഷി സ്ഥാനം. പ്രതിപക്ഷ നേതൃസ്ഥാനം വീണ്ടും പിണറായി വിജയൻ ഏറ്റെടുത്തതോടുകൂടി ആ പാർട്ടി ഒരിക്കലും കൃത്യമായി പരിവർത്തനത്തിന്റെ വക്കിലല്ല എന്നും ആ പാർട്ടിയെ കുളം തോണ്ടാൻ പിണറായി അവസാന സമയം വരെ ശ്രമിക്കുമെന്നും വ്യക്തമായി കഴിഞ്ഞിരിക്കുന്ന സാഹചര്യം കൂടിയാണ്. പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് VD സതീശൻ വരുമ്പോൾ ചില സുഹൃത്തുക്കളായി പലരും കടന്നുകൂടാ ആ ചങ്ങാതിമാരെ വേണ്ട വിധത്തിൽ അകറ്റി നിർത്തണമെന്ന ഉപദേശം മാധ്യമങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ VM സുധീരൻ കൊടുത്തത് വളരെ നന്നായി. കാരണം സുധീരനെ പോലൊരു നേതാവിന് അറിയാം കേരളത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കാണ്ടത് എന്നൊക്കെ. സുധീരനെ പണ്ടേ കോൺഗ്രസ് നേതാക്കൾ പള്ളു പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ തുടർഭരണം ഇല്ലാതാക്കിയ വ്യക്തിയെന്നാണ്. അങ്ങനെ ഒരു തുടർഭരണമൊന്നും കേരളത്തിൽ സാധാരണഗതിയിൽ ഉണ്ടാകുന്നതല്ല. പിണറായി വിജയൻ ആളുകളെ കൺകെട്ട് വിധിയിലൂടെ അധികാര തുടർച്ച നേടിയെടുത്തത് ആ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ അതിനെ മറയാക്കിയായിരുന്നു. പക്ഷേ ഇപ്പോൾ നേടിയ വിജയത്തിൽ VM സുധീരന് വ്യക്തമായ പങ്കുണ്ട്.